ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ബാലൻസ് കോഡ് ഫീ റെമിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ഏതെങ്കിലും ഫയൽ ചെയ്തൊരു സൂട്ടിനകത്ത് ഉള്ളതെങ്കിലും എങ്ങനെയാണ് ബാലൻസ് ഫീ റെമിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിന് നമ്മുടെ ഡാഷ്ബോർഡിൽ കയറിയ ശേഷം ഫയലിംഗ് എടുക്കുക, അതിൽ ഡോക്യുമെൻറ്റ് ഫയലിംഗ് എടുക്കുക. അതിൽ നമ്മൾ കേസ് ഏതാണോ നമ്മളുടെ ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ അത് ഡിസ്ട്രിക്റ്റും കോഡ് സെലക്ട് ചെയ്ത് സെറ്റ് കോഡ് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു കോടതി സെലക്ട് ചെയ്ത് പിന്നെ അത് മാറ്റാൻ പറ്റില്ല, അപ്പോൾ ക്ലിയർ ആയിട്ട് കോടതി നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം കേസ് ടൈപ്പ്, കേസ് നമ്പർ, വർഷം കൊടുത്ത് കഴിയുമ്പോൾ സെർച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ അപ്ലൈ ഡോക്യുമെൻറ്റ് ഫയലിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും 2 പാർട്ടീസിൻ്റെ പേര് കാണിക്കും. നമ്മൾ നമ്മുടെ പാർട്ടി ഏതാണെന്ന് വെച്ചാൽ പാർട്ടീനെ മെയിൻ പാർട്ടിയായിട്ട് സെറ്റ് ചെയ്തിട്ട് സെറ്റ് പാർട്ടി ഡീറ്റെയിൽസ് എന്നുള്ള കൊടുക്കും. പാർട്ടി ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴേക്കും ഡോക്യുമെൻറ്റ് ടൈപ്പാണ്, എന്ത് ഡോക്യുമെൻ്റാണ്. അപ്പോൾ അവിടെ ബാലൻസ് കോഡ് ഫീ എന്ന് അടിച്ചാൽ മെമ്മോ, ബാലൻസ് കോഡ് ഫീ മെമ്മോ എന്നുള്ളതുണ്ടാവും, BCF മെമ്മോ. പിന്നെ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണം ബാലൻസ് കോഡ് ഫീ മെമ്മോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബാലൻസ് കോഡ് ഫീ മെമ്മോ തയ്യാറാക്കി PDF ആക്കി വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് അത് ഡോക്യുമെൻറ്റ് ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്. അപ്പോൾ ആ മെമ്മോ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. തിരുത്തലുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. കോഡ് ഫീ എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് കൊടുക്കുക. ലീഗൽ ബെനിഫിറ്റ് എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അത് അവരവരുടെ കേസിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കൊടുക്കണം. ഇതിന് ശേഷം അതിന് പേയ്മെൻറ്റ് കൊടുക്കുക. പേ വയ ട്രഷറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതതിൻ്റെ സൈറ്റിലോട്ട് പോകും. നമ്മൾ നെറ്റ് ബാങ്കിങ്ങോ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ഏതെങ്കിലും കൊടുക്കുക. ഇതിപ്പോൾ ഇത്തിരി വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ നെറ്റ് ബാങ്കിങ് വഴിയാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ക്ലോസ് ചെല്ലാൻ വരും. അത് നമ്മൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുക. അപ്പോൾ അവിടെ ഒരു ഇൻഡെക്സും ഡോക്കറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. അതൊക്കെ സേവ് ഇൻഡെക്സ് സക്സസ്ഫുള്ളി. അതുപോലെ തന്നെ ഡോക്കറ്റിൻ്റെ വരുമ്പോൾ സേവ് ഡോക്കറ്റ് സക്സസ്ഫുള്ളി കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് പോവുക. അതിനുശേഷം ഫൈനലായിട്ട് ജനറേറ്റ് പ്രിവ്യൂ ഉണ്ട്. നമുക്ക് പ്രിവ്യൂ വേണമെങ്കിൽ പ്രിവ്യൂ നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ജനറേറ്റ് OTP കൊടുത്ത ശേഷം OTP വരുമ്പോൾ സബ്മിറ്റ് കൊടുക്കുക. വെരിഫൈ OTP കൊടുക്കുമ്പോഴേക്കും OTP വെരിഫൈഡ് സക്സസ്ഫുൾ എന്നാണെങ്കിൽ ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ഡോക്യുമെൻറ്റ് ഫയലിംഗ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ മെമ്മോയുടെ പുറത്ത് എഴുതിയ ശേഷം നമ്മൾ ഏത് കോടതിയിലാണോ ബാലൻസ് കോഡ് ഫീ റെമിറ്റ് ചെയ്തത്, മുൻസിഫ് ആവട്ടെ സബ് ആവട്ടെ, അവിടെ നമ്മൾ കൊണ്ടുപോയി ബോക്സിൽ ഇടേണ്ടതാണ്.